അവസാനമായപ്പോഴത്തേക്കിനെ ഭയങ്കര അലമ്പാക്കി, ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടോ, ഞങ്ങൾ 2 പേരുണ്ട് ഫ്രെയിമിൽ, കേശപ്പനും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവരെ 2 പേരും കൂടെ പിടിച്ചിരുത്തിയിരിക്കുകയാണെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഹൗസ് വൈഫായിട്ടുള്ളവർക്കൊക്കെ വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ് കേട്ടോ. സമ്പാദിച്ച് പണം ഉണ്ടാക്കുന്ന വേറെ ആരുടെയും കയ്യിൽ നിന്നല്ല, നമ്മുടെ ഹസ്ബൻഡിൻ്റെ നിന്ന് തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു വഴി ചെയ്ത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഫ്രീ ആയിട്ടും ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ കൂടുതലും പൈസയ്ക്കാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ പിടിച്ചിരുത്തിയിട്ട് ഒന്ന് പെഡിക്യൂർ ചെയ്ത് കൊടുക്കാൻ പോവാണ് കാല്. അപ്പോൾ ഒരാൾക്ക് ചെയ്തപ്പോഴത്തേക്കിനും അടുത്ത ആളുടെയും വേണം പറഞ്ഞത് കാലുമൊക്കെ കൊണ്ടുവരുന്നുണ്ടോ കേശപ്പൻ. അപ്പോൾ ഇവരുടെ 2 പേർക്കും കൂടി ഒന്ന് പെഡിക്യൂർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ നഖമൊക്കെ വെട്ടി കൊടുക്കും. പിന്നെ എന്തോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെയുള്ള നരയൊക്കെ പറിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെഡിക്യൂറിലിട്ട് അപ്പം ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഹായ് പറ. ഹായ്. ഹായ്. കുറച്ച് ഷാമ്പു, ബ്രൂ ഉണ്ട്, ഉപ്പ്, പഞ്ചസാര, പിന്നെ ഒരു ബൗൾ വെച്ചിരിക്കുന്നത്, നാരങ്ങ, പിന്നെ ഇത് ഇവിടെ ഇതിപ്പോൾ വെള്ളം ഇതിനകത്ത് തണുത്ത വെള്ളമാണ്. അപ്പം ഇതിനകത്ത് ചൂടുവെള്ളവും കൂടെ ഒഴിക്കും. അത് ഞാൻ കൊണ്ടുവച്ചിരിക്കും. അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഉപ്പിട്ടു. ഇനി ഷാമ്പു പൊട്ടിച്ചൊഴിക്കാം. അതിപ്പോൾ കേശപ്പൻ്റെ കാലും കൂടി കൊണ്ടുവച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ ഞാൻ 2 ഷാമ്പു പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിറച്ച് വെള്ളമുണ്ട്. നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചേ. നമുക്കിതിലിട്ട് കലക്കിയെടുക്കാം. ആ 2 പേരുടെയും കാലൊരു 10 മിനിറ്റോളം ആ വെള്ളത്തിനകത്ത് ഇങ്ങനെ മുക്കി വെച്ചിരുന്നു കേട്ടോ. കേശപ്പനെ ഭയങ്കര ഇഷ്ടം വെള്ളത്തിൽ കളിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ 10-15 മിനിറ്റ് ആയി. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. കേശുവിന് ചെയ്യാമേ. അച്ചയുടെ ഫസ്റ്റ് കേട്ടോ. ചെയ്തു തരാം. ബേക്കിംഗ് അമ്മ അച്ചയുടെ കാലല്ലേ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൂ. നീ എന്തിനാ കൊണ്ടുവന്നേ? എന്നാ നീ എനിക്ക് പൈസ തരേണ്ടി വരും. അച്ചയ്ക്ക് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഫ്രീ. ഇത് മാത്രമേ ഉള്ളൂ ഫ്രീ, അല്ലെങ്കിൽ പൈസക്കാണ്. നീ എത്ര രൂപ തരും? 400 രൂപ. ക്യാരം ബോർഡിന്റെ പൈസ അപ്പൊ എനിക്ക് തരണ്ടേ? 400 രൂപ. അല്ല 400 എന്നല്ലേ പറഞ്ഞു? അപ്പൊ ക്യാരം ബോർഡിന്റെ പകുതി എനിക്ക് തരുമോ? 200 രൂപ പോയാൽ പിന്നെ ക്യാരം ബോർഡ് എന്നാ പിന്നെ ഇല്ല. എന്ത് വെള്ളരിക്കപ്പെട്ടു ഞാനിത് ചെയ്ത് തരുന്നതും പോരാ, പെട്ടെന്ന് ചെയ്ത് തീർക്കണം. ഇത് നമുക്ക് എവിടെ പോവാനുള്ള കേശപ്പ? ട്രോഫി, വലിയ ട്രോഫിയോ? വലിയ ട്രോഫിയൊന്നുമല്ല. വലിയ ട്രോഫി അല്ല, നമ്മൾ അന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയില്ലേ അത് തന്നെ ഇന്ന് നമുക്ക് അവിടെ പോയി വാങ്ങിക്കണം. എത്ര മണിക്ക് പോകണ്ടയാണ്? അതുകൊണ്ട് 1 മണിക്ക്. നഖമൊക്കെ വെട്ടിയതിന് ശേഷം നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് കുറച്ച് നമ്മുടെ ഷാമ്പൂവും കൂടി ഇട്ടിട്ട് നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേശപ്പം പുറത്ത് കൊണ്ടുവച്ചിരിക്കുക. അവൻ്റെ കാല് ഫസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ 2 പേരുടെയും കാലിൻ്റെ ആ നഖത്തിൻ്റെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തേ. പിന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്തു കേട്ടോ. നാരങ്ങയ്ക്കകത്ത് ബ്രൂവും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്തേ. കേശപ്പൻ്റെ കാലിലാണ് ആദ്യം ചെയ്തത്. പക്ഷേ അവൻ്റെ കാലേ കാണാൻ പോലും ഇല്ല. കാര്യം 1 സെക്കൻഡ് പോലും അവൻ ഇട്ടിട്ട് അത് വെച്ചില്ല. അത് ഇട്ട പുറകിന് അവൻ നേരെ വെള്ളത്തിനകത്ത് കൊണ്ട് കാല് മുക്കി. അത് കഴിഞ്ഞ് രജിസ്റ്റേട്ടൻ്റെ ഇട്ടപ്പോഴത്തേക്കിന് അതും പോകാൻ വേണ്ടി അവൻ വെള്ളത്തിനകത്തിട്ട് കാലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു.
ഇവിടെ പെഡിക്യൂറൊക്കെ കഴിഞ്ഞ് ഭയങ്കര വന്ന അടി നടന്നുകൊണ്ടിരിക്കുക. കേശപ്പം കലിപ്പായിക്കൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്നെല്ലാം നിർത്തിയേ. ഇനി കാലൊക്കെ ഒന്ന് ടവൽ വെച്ച് തുടച്ച് കൊടുത്തിട്ട് നമുക്കൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഭയങ്കര ബഹളമാണ്. പോ. അങ്ങനെ രണ്ടുപേർക്കും മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ചേട്ടൻ്റെ കാലിൽ മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്ന കണ്ടിട്ട് അപ്പുറത്തെ ചേട്ടൻ ചോദിക്കുക കാലിന് എന്തോ പറ്റിയത്, ഇനി ഇന്നാളത്തെ പോലെ കൈക്ക് പറ്റിയ പോലെ വല്ല ആണോ അത്. പെഡിക്യൂറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ പെട്ടെന്ന് ചെയ്ത് തീർത്തെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വേറെ എല്ലാം ചെയ്തിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. കേശപ്പൻ അവസാനമായപ്പോഴത്തേക്കിനെ ഭയങ്കര അലുമ്പാക്കി ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ എന്തായാലും ഒക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. കുളിക്കാൻ പോയിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ പോകാനൊക്കെ ഇറങ്ങുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.